നമസ്കാരം. മുഖ്യമന്ത്രിയായി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനും കസേരകൾ പരസ്പരം വെച്ചു മാറുമ്പോൾ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഫലം വന്ന് 10-ാം നാളെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കോൺഗ്രസ്. ഇനിയും നീട്ടിക്കൊണ്ടുപോയി ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ക്ഷമയുടെ നെല്ലിപ്പലക കാണിക്കാതെ വേഗം തീരുമാനത്തിലെത്തണമെന്ന് ഘടകകക്ഷികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ഫലം വന്ന് 2 മിനിറ്റിനുള്ളിൽ തീരുമാനിക്കും, 24 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കും എന്ന് വീമ്പ് പറഞ്ഞു വരെ ഒന്നും പിന്നീട് കണ്ടില്ല. 3 ഭൈമി കാമുകന്മാരിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ നിരീക്ഷകരെ തിരുവനന്തപുരത്തേക്ക് അയച്ചും നേതാക്കളെ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചും വിമാന കമ്പനികൾക്ക് ധാരാളം പണം കൊടുക്കേണ്ടി വന്നു കോൺഗ്രസിന്. ചർച്ചകൾക്കൊടുവിൽ 9-ാം നാൾ തീരുമാനം പ്രതീക്ഷിച്ച് നേതാക്കളുടെ വസതിയിൽ തടിച്ചുകൂടിയ പ്രവർത്തകരും നിരാശരായി തിരിച്ചുപോയി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അടിമുടി സസ്പെൻസ് മുറ്റിനിന്ന ഒരു സിനിമ പോലെ ആസ്വദിച്ചു വോട്ട് ചെയ്ത മലയാളികൾ. മുഖ്യമന്ത്രിക്കായി കേരളത്തിന്റെ കാത്തിരിപ്പ് തുടരുന്നു. രാഹുൽ ഖാർഗെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം. എന്തായി? രാവിലെ തുടങ്ങിയ മീറ്റിംഗ് ആണല്ലോ. ഇതുവരെ നേതാവിനെ തെരഞ്ഞെടുത്തില്ലേ? ഓ, ഇതുവരെ ഒന്നും ആയില്ല. പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഇന്നലെ വരെ ഒരുമിച്ച് നീങ്ങിയതുകൊണ്ടും നാളെയും ഒരുമിച്ച് നീങ്ങണം എന്ന ആഗ്രഹം ഇപ്പോഴും ഉള്ളതുകൊണ്ടും നല്ല നാടൻ ഭാഷയിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എവിടെ ചെന്നാലും ഈ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ: എപ്പോൾ തീരുമാനം വരും, എപ്പോൾ വരും, എപ്പോൾ വരും എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം മടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് നാളെ പറയാമെന്ന് കോൺഗ്രസ്. ചർച്ചകൾ പൂർത്തിയായെന്ന് AICC. ഇനി നന്ദേട്ടനായിരിക്കുമോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ആരായിരിക്കും ആ ഒരാൾ? 10-ാം നാളിൽ വെളുത്ത പുക വന്നു. AICC ജനറൽ സെക്രട്ടറി ആ പേര് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് കക്ഷി നേതാവായി വി ഡി സതീശനെ. തലയെണ്ണലിൽ MLA-മാരുടെ പിന്തുണ ഇല്ലെങ്കിലും, മൂവരിൽ സീനിയോറിറ്റിയുടെ തലപ്പൊക്കമില്ലെങ്കിലും, ഗ്രൂപ്പ് പിൻബലമില്ലെങ്കിലും ഹൈക്കമാൻഡ് സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് വന്ന് പുതിയ മാതൃക സൃഷ്ടിച്ചു. Shri V.D. Satishan be appointed as the leader of the CLP. അലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അസ്ഥിക്ക് പോലും ഗതിയില്ല നമ്മുടെ കഷ്ടകാലം കഴിഞ്ഞേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. എങ്ങനെ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടു കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഇത്ര അധികം ബാധ്യത. തലയെണ്ണലിൽ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ മിക്കവാറും ഭാരവാഹികൾ കൈവിട്ടിട്ടും സതീശന് നറുക്കു വീണതിന് പിന്നിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെയും ചില മുതിർന്ന നേതാക്കളുടെയും പിന്തുണയുണ്ടായിരുന്നു. ലേറ്റായെങ്കിലും ലേറ്റസ്റ്റായി വന്ന ഹൈക്കമാൻഡ് തീരുമാനത്തെ സതീശനു വേണ്ടി കൈപൊക്കാത്തവരും പിന്തുണച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയാശംസകളും KPCCയുടെ പേരിൽ ഞങ്ങൾ നേരുകയാണ്. അനുഗ്രഹിച്ചാലും നന്നായി വരും. ഞാനും എൻ്റെ കുടുംബവും. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ പുറത്ത് ആ തീരുമാനം വന്നു. ആ തീരുമാനം ഞങ്ങൾ എല്ലാവരും 2 കൈമുട്ടി നമ്മൾ അംഗീകരിച്ചു. അതിനനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. സന്തോഷകരമായൊരു തീരുമാനമാണ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിച്ചു.
നല്ലൊരു സമീപനമാണ് സ്വീകരിച്ചത്. അത് കേരളത്തിലെ UDF സംബന്ധിച്ച് ഒരു പുത്തൻ ഉണർവുണ്ടായിരിക്കുന്നു. ഇത്രയും ദിവസം ഡിലേ വന്നെങ്കിൽ പോലും അതിനെയൊക്കെ കവറപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. വരുമല്ലോ, വരണമല്ലോ. ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. പ്രഖ്യാപനം വന്നതോടെ കോൺഗ്രസിലെ സതീശൻ അനുകൂലികളുടെ ആഹ്ലാദം അണപൊട്ടിയൊഴുകി. ഈ തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ തെരുവിലിറങ്ങുമായിരുന്നു ലീഗുകാർ ഉൾപ്പെടെ എന്ന് തോന്നിപ്പോയി അവരുടെ ആഹ്ലാദം കണ്ടപ്പോൾ. ഒരു നല്ല ഭരണം നടത്തുവാൻ തീർച്ചയായിട്ടും സതീശന് സാധിക്കും. ടീം UDF ആണല്ലോ സതീശൻ. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ്. തീർച്ചയായിട്ടും ടീം UDFൻ്റെ തന്നെ ഒരു ഭരണമായിരിക്കും ഇനി അടുത്ത 5 വർഷക്കാലം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് നേരത്തെ പരസ്യമായി പറഞ്ഞ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ചിരുന്നതായി മനസ്സിലാക്കുന്നത് MLA-മാരിൽ ബഹുഭൂരിപക്ഷവും KCക്കായി കൈപൊക്കിയപ്പോഴാണ്. KPCC അധ്യക്ഷനും വൈസ് പ്രസിഡന്റുമാരും ഉറച്ചു നിന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ പിന്നിലായിരുന്നു. എന്തായി കാണിക്കുന്നേ? കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ശ്രീ VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും അനുസരിച്ച് CLP യോഗം കൂടി ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യും. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ VD സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എല്ലാത്തിലും സന്തോഷമാണ്. പിന്നെ പറയാം, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. സന്തോഷായി, നല്ല സന്തോഷമായി. പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഒഴിയാൻ പോവുകയാണെന്ന് അഭ്യൂഹങ്ങളുണ്ടല്ലോ. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് ഇനി കേരളത്തിലേക്ക് പൂർണ്ണമായി എത്തുകയാണോ? അതും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. KC വേണുഗോപാൽ സമരസപ്പെട്ടുവെങ്കിലും KC അനുകൂലികൾ പൊടിക്ക് അടങ്ങിയിട്ടില്ല. അവർക്കുള്ളിൽ സങ്കടം ഉണ്ടട്ടോ ഇപ്പോഴും. KC വേണുഗോപാൽ എന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ ക്രൂരമായി വേട്ടയാടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംഘം സംഘടിതമായ ആക്രമണം നടന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊന്നും പരിഗണിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് തോറ്റിരുന്നെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പഴി മുഴുവൻ KC വേണുവിൻ്റെ തോളിലാകുമായിരുന്നു. തോറ്റാൽ എവിടെല്ലാം ഇന്ത്യയിൽ തോക്കുന്നോ പഴി മുഴുവൻ വേണുഗോപാൽ, എവിടെല്ലാം ജയിച്ചോ ഒരു അംഗീകാരം വേണുഗോപാലിനില്ല. നീയെങ്കിലുണ്ടല്ലോ എൻ്റെ കൂടെ, ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. KCയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. അതാരാണെന്നുള്ളത് പിന്നെ വരും ദിവസങ്ങളിൽ അന്വേഷിക്കണം. അത് കൃത്യമായി ഞങ്ങൾ അതിനെക്കുറിച്ച് നിലപാടെടുക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്റെ സ്വപ്നമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ വീണ്ടും ഒരു സ്ഥാനനഷ്ടം ഉണ്ടായിരിക്കുന്നു. സീനിയോറിറ്റിയും പാർട്ടി കൂറും ഡൽഹിയിലെ പിടിയും ഉണ്ടായിട്ടും നിരാശ മാത്രം ഫലം. ഡ്രീം ചെയ്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ആയില്ല എന്ന് വിചാരിച്ച് ഞാൻ ഈ പരിപാടി നിർത്തിയോ? ഞാൻ നിർത്തുന്നില്ല, ഞാൻ തുടരുകയാണ്. ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ എത്രയോ മാസത്തെ ആലോചന, എന്റെ സ്വപ്നം, എന്റെ ആദ്യത്തെ സിനിമ എല്ലാം പോയി.
ആ വിഷമം അനുഭവിച്ചാലേ അറിയും. അദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത തീരുമാനങ്ങൾ വന്ന സന്ദർഭത്തിൽ പോലും പാർട്ടിയുടെ നയങ്ങൾക്ക് അച്ചടക്കത്തിന്റെ ഇത് പാലിച്ചുകൊണ്ട് എല്ലാ കാലത്തും പ്രവർത്തിച്ച ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അത് ഒരിക്കലും ഒരു വിമത പ്രവർത്തനത്തിന് നേതൃത്വം നൽകില്ല എന്ന് മാത്രമല്ല, ഈ മന്ത്രിസഭയ്ക്ക് തന്നെ ഒരു കരുത്തായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നതാണ് എന്റെ പ്രതീക്ഷ. चिंता मत करो बेटा, और एक बार भी कोशिश करेगा. दिल्ली चलो और हाईकमांड को देखो. ഹൈക്കമാൻഡ് മണ്ണാങ്കട്ട. വൈകിട്ടത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാണ് ചെന്നിത്തല തൻ്റെ പ്രതിഷേധം അറിയിച്ചത്. മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ വീടിൻ്റെ പിൻവാതിൽ വഴി ചെന്നിത്തല ഗുരുവായൂരപ്പ സന്നിധിയിൽ സങ്കടം ഇറക്കി വെക്കാനായിപ്പോയി. അച്ഛാ, ദേ അയാൾ എഴുതി വെച്ച് കടന്ന ലക്ഷണമാ. എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്. അദ്ദേഹം പലപ്പോഴും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പോയി. അതിനിപ്പോ എന്താ, അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയല്ലേ ഉപയോഗിച്ചത്? എന്തിനാ അസ്വസ്ഥരാകുന്നത്? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പൊ എന്തായി? കണ്ടവന്മാര് കിരീടം കൊണ്ടുപോയില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ അസൂയ പാടില്ലെന്ന്. കേട്ടാ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. പുലർച്ചെ ഗുരുവായൂരിൽ തൊഴുതു മടങ്ങി വന്ന ചെന്നിത്തലയെ കാണാൻ നിയുക്തൻ വി ഡി സതീശനെത്തി. കടുത്ത മനോവേദന കടിച്ചിറക്കി സതീശന് ആശംസകൾ നേർന്നു രമേശ് ചെന്നിത്തല. ഹൃദയവ്യഥ പുറത്തു കാട്ടാതെ എങ്ങനെ പൊതുമധ്യേ പെരുമാറണം എന്ന കാര്യത്തിൽ മാതൃകയാണ് പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസുകാർ. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. അളിയോ അളിയോ, ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിൽ തൊട്ട് എന്റെ ലീഡറാണ് അദ്ദേഹം എല്ലാ കാലത്തും. എന്റെ പൊന്നളിയാ, കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. ഈ അളിയന്റെ തമാശ. എത്രയോ വർഷമായിട്ട് ഈ വീട് ഉണ്ടാക്കിയ കാലം മുതൽ ഈ വീട്ടിൽ വരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കാണണ്ടേ. എന്റെ വീടിന്റെ 7 അയൽപക്കത്തെങ്ങാനും വന്നു പോയാൽ നിന്റെ കണ്ണിന്റെ സിൽവർ ഞാൻ അടിച്ചു പൊട്ടിക്കും. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഈ രമേശൻ നായർ ആരാ? ദൈവോ? ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങൾ എല്ലാവരും. എത്ര വിഷമം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും. പോട്ടണ സുന്ദരേശ, നിന്നെപ്പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? VM സുധീരനെ കാണാനാണ് പിന്നീട് വി ഡി സതീശൻ എത്തിയത്. ഹൈക്കമാൻഡിന് മുന്നിൽ സതീശന് അനുകൂലമായ രാഷ്ട്രീയ ചിത്രം അവതരിപ്പിച്ചത് VM സുധീരൻ കൂടിയാണല്ലോ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഞാൻ അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡൻ്റായിരുന്നപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആകാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമായി കരുതുന്ന ഒരാളാണ്. ഒരു ഗുരുതുല്യനായി കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ അനുഗ്രഹം തേടിയാണ് ഞാനിവിടെ എത്തിയത്. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. കേരളത്തിലെ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ പറയുകയാണ് 100 സീറ്റിലധികം കിട്ടും. 100 സീറ്റല്ല, 100-ലധികം സീറ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. ഇത്രയേറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച
അണികൾക്ക് ആത്മവിശ്വാസം കൂടുതൽ പകർന്നു കൊടുത്ത ആ ഒരു തീരുമാനം സതീശനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. തന്നെ കാണാൻ വന്ന സതീശന് ഒരു ഉപദേശവും കൂടി നൽകാൻ VM സുധീരൻ മറന്നില്ല. കാരണം സുധീരൻ നൽകിയ മുന്നറിയിപ്പിലെ കഥാപാത്രങ്ങൾ എല്ലാവരും കൂടി സുധീരനെ പണ്ട് ആലപ്പുഴയിൽ തോൽപ്പിച്ചതാണ്. KPCC കസേര ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതും മറ്റൊന്നുകൊണ്ടല്ലല്ലോ. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. ഈ അധികാരം വരുമ്പോൾ അടുത്ത് കൂടുന്ന ചില ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരെ കരുതലോടെ കൈകാര്യം ചെയ്യാം. പലർക്കും പറ്റും. ഈ ഉദാഹരണം പറയാം, പിണറായിക്ക് പറ്റിയ പാളിച്ചെന്താ? പുള്ളി അധികാരം ഏൽക്കുന്ന ദിവസം പറഞ്ഞത് അവതാരങ്ങളെ മാറ്റി നിർത്തുമെന്നാണ്. പക്ഷേ സർവ്വ അവതാരങ്ങളും അദ്ദേഹത്തിന് ചുറ്റും കൂടി അദ്ദേഹത്തിന് നിലയിലാക്കി. അതാണ് സംഭവിച്ചത്. അതൊരു പാഠമാണ് സതീശൻ. ഇതെന്തോ നല്ലൊരു ചുറ്റും കൂടി നിൽക്കുന്നത്. ഇതെന്തോ വെള്ളേ ഉജാലയുടെ പരസ്യ. ഓ ഭരണം കിട്ടിയപ്പം കുറെ പ്രവർത്തകന്മാർ ഇറങ്ങിയിരിക്കുന്നു. പോയിടാ അവിടുന്ന്. നിയുക്തന് മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ ഉപദേശം മറ്റൊന്നായിരുന്നു. 2001 മുഖ്യമന്ത്രി ആയതു മുതലുള്ള AK ആന്റണിയുടെ ദാരിദ്ര്യ പ്രസംഗത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. അധികാരം ഏറ്റെടുത്തത് മുതൽ ഖജനാവിൽ 5 നയാ പൈസ ഇല്ല എന്നാണ് AK അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് നമുക്കും തോന്നിപ്പോകും. സാമ്പത്തിക നില ഭദ്രമെന്നും ഖജനാവിൽ 6000 കോടി ബാക്കിയുണ്ടെന്നും മുൻ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിട്ടും മുണ്ട് മുറുക്കി ഉടുക്കാനാണ് AK ആന്റണി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയോ? അതൊക്കെ വെറും ഗ്യാരണ്ടിയല്ലേ? അതെ, വാഗ്ദാനം മാത്രം. സതീശന് എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷക്കാലം കേരളത്തിൻ്റെ ഒരു സുവർണകാലമായി മാറട്ടെ ഞാൻ ആശംസിക്കുന്നു. നന്ദി പ്രിൻസി, 1000 നന്ദി. ഇത് പാപ്പരായ സംസ്ഥാനമാണ്. 2001 ഞാൻ മുഖ്യമന്ത്രിയായ അവസരത്തേക്കാൾ 10 ഇരട്ടി, അതിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി, അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്. ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. ആർക്കും അറിയില്ല കേരളത്തിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 റിസർവ് ബാങ്ക് ആണോ 3? അതെ. എല്ലാ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1 ഞാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിൻ്റെ ട്രഷറിയിലുണ്ട്. അത്ര തരിപ്പണമായി സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സതീശൻ സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു.